ഓക്കെ, ഗുഡ് മോർണിംഗ്. മിസ് അത് ഞാൻ വായിച്ച അവസാനം എത്തിയപ്പോ സ്റ്റോപ്പ് ആയിപ്പോയി ക്ലാസ്. ക്ലാസ് സ്റ്റോപ്പ് ആയിപ്പോയി. നമുക്കൊന്ന് വായിക്കണം ആ പാഠഭാഗം. എന്നാ ഇന്ന് ഫെയ്ത്ത് സ്റ്റാർട്ട് ചെയ്തോ. അത് കഴിഞ്ഞ് നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. മിസ് ആദ്യം മുതലാ? നമ്മുടെ ആദ്യ കവിയായി തുടങ്ങിയത് മുതൽ. നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്നത് ആണല്ലോ. എന്നാൽ ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മഹാകവി കാളിദാസൻ. കാളിദാസൻ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടാണ് കാളിദാസന്റെ കാലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നത്. ഉജ്ജയിനിയിലായിരുന്നു കാളിദാസന്റെ ജന്മദേശം. ഉജ്ജയിനി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. കാളിദാസൻ എന്ന വാക്കിന് കാളിയുടെ ദാസൻ എന്നാണല്ലോ അർത്ഥം. ഇദ്ദേഹത്തിന് ഈ പേര് വർണ്ണിക്കാൻ പറ്റാത്തത് കാവ്യ സിദ്ധിയും ലഭിച്ചതിന് പിന്നിൽ രസകരമായ ഒരൈതിഹ്യമുണ്ട്. പേര് കേട്ട ഒരു രാജാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു. സുന്ദരി, സുശീല, മിടുക്കി, ബുദ്ധിമതി. രാജകുമാരിക്ക് കല്യാണപ്രായമായി. ആരെ വിവാഹം കഴിക്കണം? ഒരു വിദ്വാനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ വിദ്വാനെ കണ്ടുപിടിക്കും? അതിനൊരു വഴി അച്ഛനും മകളും കൂടി കണ്ടെത്തി. അവർ ഒരു കവിത മത്സരം ഏർപ്പെടുത്തി. ആർക്ക് വന്ന് കവിത ചൊല്ലാം? രാജകുമാരി അർത്ഥം പറയും. അർത്ഥം പറയാൻ പറ്റാത്ത കവിത ചൊല്ലിയ രാജകുമാരിയെ തോൽപ്പിക്കുന്ന ആൾ ആരാണോ അയാളായിരിക്കും രാജകുമാരിയെ വിവാഹം കഴിക്കുക. നിരവധി പണ്ഡിതന്മാരും കവികളും രാജകുമാരന്മാരും വന്ന് കവിത ചൊല്ലി. വന്നവരെല്ലാം തൊപ്പിയിട്ടും രാജകുമാരിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തോറ്റ കുമാരന്മാരെല്ലാം ഒത്തുകൂടി രാജകുമാരിയെ പറ്റിക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നും അറിയാത്ത ഒരു മണ്ടനായ ഒരു ആട്ടിടയനെ കണ്ടുപിടിച്ച് ഒരു കവിത കാണാപ്പാഠം പഠിപ്പിച്ചു. എന്നിട്ട് രാജകുമാരിയുടെ പക്കലേക്ക് പറഞ്ഞയച്ചു. അതിശയം എന്ന് പറയട്ടെ, ആ മത്സരത്തിൽ രാജകുമാരി നിശേഷം തോറ്റു. അവൾ മാലയിട്ട ഇടയനെ തന്റെ ഭർത്താവായി സ്വീകരിച്ചു. തനിക്ക് അബദ്ധം പറ്റിയ വിവരം രാജകുമാരി പിന്നീടാണ് മനസ്സിലാക്കിയത്. എങ്കിലും അവൾ സങ്കടപ്പെട്ടില്ല. ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ ആ ഇടയനെ അവൾ തൊട്ടടുത്തുള്ള ഒരു കാളി ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു. അയാൾ കാളി ക്ഷേത്രത്തിനകത്ത് കയറി വാതിലടച്ചു കിടന്നു. പാതിരാത്രി ആയപ്പോൾ കാളിയമ്മ അവിടെ എത്തി. ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചു കിടന്നത് കണ്ട് കാളി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാളിയുടെ ഉറക്കിയുള്ള അലർച്ച കേട്ട് ഇടയൻ കണ്ണു തുറന്നു. അകത്താരാണ്? എന്റെ അനുവാദമില്ലാതെ എന്റെ ക്ഷേത്രത്തിൽ കടന്നവൻ ആര്? വേഗം പറയണം. പുറത്താരാണെന്ന് പറഞ്ഞാൽ അകത്താരാണെന്ന് അറിയിക്കാം. ഇടയൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയാണ്. കാളി, ഭദ്രകാളി. കാളിയമ്മ അലറി. അത് കേട്ട് ഇടയൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. പുറത്ത് കാളിയെങ്കിൽ അകത്ത് കാളിയുടെ ദാസൻ. കാളിയുടെ ദാസൻ. അമ്മ എന്നോട് കോപിക്കരുതേ. ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്ത് ഉള്ളതെന്നറിഞ്ഞപ്പോൾ കാളിയുടെ കോപം, ദേഷ്യം ആർത്തണുത്തു. ഫെയ്ത്തേ റേഡിയോ ശ്രദ്ധിച്ചു, അപ്പൊ അത് ശ്രദ്ധ വിട്ടു.
അപ്പോ എന്താണ് പറഞ്ഞ ഇടയൻ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ഇടയന്റെ സംസാരം കാളിയെ സന്തോഷിപ്പിച്ചു. തന്റെ ദാസനാണ് അകത്തുള്ളതെന്ന് അറിഞ്ഞപ്പോൾ കാളിയുടെ കോപം തണുത്തു. ഉണ്ണി, നിനക്ക് എന്ത് വേണം? നീ എന്തിനാണ് എന്റെ സന്നിധിയിൽ അഭയം തേടിയത്? കാളിയമ്മ ആരാഞ്ഞു. എനിക്ക് വിദ്യ വേണം, ദേവി വിദ്യ. ശരി ഉണ്ണി, നീ നിന്റെ നാവ് ഈ വാതിൽ പഴുതിലൂടെ പുറത്തേക്ക് നീട്ടു. കാളിയമ്മ അരുളി ചെയ്തത്. ഇടയൻ തന്റെ നാവ് പുറത്തേക്ക് നീട്ടി. കാളിയമ്മ കൈവിരൽ കൊണ്ട് ഇടയന്റെ നാവിൽ വിദ്യ കുറിച്ചു കൊടുത്തു. അതോടെ അയാൾ വാതിൽ തുറന്ന് പുറത്തു വന്ന് ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണു. ദേവി വീണ്ടും അയാളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇടയൻ വിദ്യനായി കവിയായ കാളിദാസനായി. പിന്നീട് അതിമനോഹരമായ കവിത ചൊല്ലിക്കൊണ്ടാണ് കാളിദാസൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത്. അനുഗ്രഹീതനായ കാളിദാസനെ രാജകുമാരി സന്തോഷത്തോടെ എതിരേറ്റു. വിശ്വപ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ കാളിദാസൻ രചിച്ചിട്ടുണ്ട്. രഘുവംശം, കുമാരസംഭവം, മേഘ സന്ദേശ, ഋതു സംഹാരം എന്നിങ്ങനെ 4 കാവ്യങ്ങളും മാളവികഗ്നിമിത്രം, വിക്രമോർവംശീയം, അഭിജ്ഞാന ശകുന്തളം എന്നിങ്ങനെ 3 നാടകങ്ങളുമാണ് കൃതികളിൽ പ്രമുഖം. കാളിദാസൻ പിൽക്കാലത്ത് പ്രശസ്തനായ മഹാകവിയായി. മരിക്കാത്ത മഹാകവി. കാളിദാസ പ്രതിഭയുടെ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും നാടകങ്ങളിലും തെളിഞ്ഞു കാണാം. കാളിദാസന്റെ കവിത കേട്ടാൽ കാർമേഘങ്ങൾ മഴയായി പെയ്യും. മരിച്ചു കിടക്കുന്ന കുഞ്ഞു പുനർജീവിക്കും. ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ വീണ്ടും തളിർക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കാളിദാസൻ എങ്ങനെ കാളിദാസനായി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കാളിദാസൻ എന്ന മഹാകവി എങ്ങനെയാണ് ബുദ്ധിയുള്ള മഹാകവിയായതെന്നും മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ്? നമുക്ക് അർത്ഥം എഴുതാനാണ് അല്ലേ? മാതൃക നോക്കി അർത്ഥം പറയുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതാണിത്. സസന്തോഷം, സന്തോഷത്തോടു കൂടി. നെക്സ്റ്റ്, അപ്പൊ സസ്നേഹം എന്ത് വരും? സ്നേഹത്തോടു കൂടി. സദയം ദയോടുകൂടി. ഓക്കെ, മാതൃക നോക്കി അർത്ഥം പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സസന്തോഷം സന്തോഷത്തോടു കൂടി, സസ്നേഹം സ്നേഹത്തോടു കൂടി, സദയം ദയോട് കൂടി. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുക? സാമോദം. എന്താണ് വരുക? മോദമല്ല, ആമോദത്തോടു കൂടി അല്ലേ? ആമോദവും ഒക്കെ അർത്ഥം തന്നെ തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ മോദത്തോടു കൂടി അല്ലെങ്കിൽ ആമോദത്തോട് കൂടി, അതാണ് അർത്ഥം. നെക്സ്റ്റ്, പുനർജീവിക്കുക തന്നിട്ടുണ്ട്. വീണ്ടും ജീവിപ്പിക്കുക. പുനർ എന്ന് പറഞ്ഞാൽ വീണ്ടും. നെക്സ്റ്റ്, പുനർനിർമ്മിക്കുക പറഞ്ഞാലോ? അപ്പൊ അതേപോലെ പറയണം. വീണ്ടും നിർമ്മിക്കുക. പുനരർപ്പിക്കുക എന്താണ് അർത്ഥം? വീണ്ടും അർപ്പിക്കുക. നെക്സ്റ്റ്, പര്യായ പദങ്ങളാണ്. ഭാര്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. പത്നി, സഹധർമ്മിണി, ജായ. നെക്സ്റ്റ്, വിശ്വം നമ്മൾ ഒരുപാട് എല്ലാ പാഠത്തിലും പഠിച്ചിട്ടുണ്ട്. ഭൂമി, ഭുവനം, ലോകം. വിപരീത പദം പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. പാമരൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. പണ്ഡിതൻ, പാമരൻ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വോട്ടെണ്ണുമ്പോൾ പറയുന്നില്ലേ, ഭൂരിപക്ഷത്തോട് ജയിച്ചു എന്ന് പറയുന്നില്ലേ? അതുപോലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, ഒരുപാടുള്ളതാണ് ഭൂരിപക്ഷം. നെക്സ്റ്റ്, പ്രസിദ്ധനായവരിൽ അറിയപ്പെട്ടവൻ. അപ്പൊ അപ്രസിദ്ധൻ. നെക്സ്റ്റ്,
സ്വീകരിക്കുക, വാങ്ങുക അല്ലെ, തിരസ്കരിക്കുക. തിരസ്കരിക്കുക. അബദ്ധം, സുബദ്ധം. അബദ്ധം പറ്റുക, സുബദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അബദ്ധം തെറ്റ് പറ്റില്ല അല്ലേ? അപ്പൊ സുബദ്ധം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. ആദി, അന്തം. ആദി എന്ന് പറഞ്ഞാൽ തുടക്കം, അന്തം എന്ന് പറഞ്ഞാൽ ഒടുക്കം. ഇപ്പൊ തുടക്കം, ഒടുക്കം, ആദി, അന്തം. ശാപം, അനുഗ്രഹം. ഓക്കെ. ശാപവും അനുഗ്രഹവും, അനുഗ്രഹിക്കലും ശപിക്കലും. നെക്സ്റ്റ്, വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാന്നുണ്ട്. പ്രശസ്തൻ ഏതാണ് വേണ്ടത്? ഏത് സ്ഥായാണ് വേണ്ടത്? സോറി, തെറ്റാണ്. പ്രശസ്തൻ എഴുതുമ്പം രണ്ടാമത്തതാണ് വേണ്ടത്. പ്രശസ്തൻ അല്ലേ? പ്രശസ്തൻ രണ്ടാമത്തതാണ് വേണ്ടത്, പ്രശസ്തമായത്. ഓക്കെ. നെക്സ്റ്റ്, ഇതിലുണ്ട് എഴുതിയോ? പ്രശസ്തം എന്നുണ്ടാവും. കുഴപ്പമില്ല, അതാണ് വേണ്ടത്, പ്രശസ്തൻ. ഈ സ്ഥായല്ല, രണ്ടാമത്തെ സ്ഥായാണ് വേണ്ടത്. സ് പ്ലസ് ത, ഫസ്റ്റ് ത. നെക്സ്റ്റ്, വാൽമീകി ഏതാണ് വേണ്ടത്? സെക്കൻഡ് വൺ, വാൽമീകി. ഓക്കെ. മൂന്നാമത്തത് പണ്ഡിതൻ ഏതാണ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ്, നിശേഷം. മറ്റേ നിശോഷാവും, അതുകൊണ്ട് സെക്കൻഡ്. എല്ലാം സെക്കൻഡ്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം തന്നെ ടിക്കറ്റ് വെക്കണേ. എനിക്കത് കറക്റ്റ് എടുത്ത് എഴുതേണ്ടതാണ്. നോട്ടിലേക്ക് എഴുതണം. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. നെക്സ്റ്റ്, വാക്യത്തിൽ പ്രയോഗിക്കുക. അത് പിന്നെ മിസ് എഴുതി സെൻഡ് ചെയ്ത് തന്നെയാണ്. തോറ്റ് തൊപ്പിയിടുക, അവർണ്ണനീയം. തോറ്റ് തൊപ്പിയിടുക പറഞ്ഞ എന്താണ്? തോറ്റ് എന്നാ നമ്മൾ പറയാറുണ്ട്, തോൽവിക്കന്നെ തോറ്റ് തൊപ്പിയിടുക അറിയാം. അവർണ്ണനീയം, വർണ്ണിക്കാത്തത്. അരുളി ചെയ്യുക, പറയുക. അനുഗ്രഹീതം എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടത് അല്ലേ? ഓക്കെ, അത് ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് വേണം എന്താണ്? ഒറ്റപ്പദമാക്കുക എന്നാണ്. കല്യാണത്തിനുള്ള പ്രായം എന്ത്? കല്യാണപ്രായം. രണ്ടാമത്തത് തെറ്റാണ് നമുക്ക് തന്നെ. എന്താണെന്ന് അറിയോ? കാണാതെ പഠിക്കുന്ന പ്രായം എന്നാണ് എഴുതിയിട്ടുള്ളത്. കാണാതെ പഠിക്കുന്ന പ്രായം അല്ല വേണ്ടത്. എന്ത്? പാഠം. ഓക്കെ, അത് ക്ലിയർ ചെയ്തോ? നിങ്ങളെ ബുക്കിൽ എങ്ങനെയാ വന്നത്? കാണാതെ പ്രായമല്ല വേണ്ടത്, പാഠം. അതാണ് കാണാപ്പാഠം. അത് തിരുത്തി എഴുതണേ. കാണാതെ പഠിക്കുന്ന പ്രായമില്ല എന്ന്, കാണാപ്പാട പ്രായ അതല്ല കേട്ടോ. അപ്പൊ കാണാതെ പഠിക്കുന്ന പാഠം എന്നാണ് വേണ്ടത്. അത് നമുക്ക് അടിക്കുന്ന ഇത് നോട്ട് ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നതിൽ വന്ന മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ കാണാപ്പാഠം നമ്മുടെ ഇവിടെ തന്നിട്ടുണ്ട്. എന്ത്? നമ്മൾ ഇതേ പാഠത്തിൽ തന്നിട്ടുണ്ട്. ആ ലാസ്റ്റ്, അതായത് 59 പേജ് നമ്പറിൽ കാണാപ്പാഠം കണ്ടോ? കാണാതെ പഠിപ്പിച്ചു ആട്ടിടേനെ. ലാസ്റ്റ് വരിയിലുണ്ട്. കാണാപ്പാടാണ് വേണ്ടത് കേട്ടോ. അപ്പൊ കാണാതെ പഠിക്കുന്ന പാഠം എന്ന് തിരുത്ത്, പ്രായം എന്നുള്ളത് തിരുത്തിയോ? കാണാപ്പാഠം. അപ്പൊ കാണാപ്പാഠം എന്നാണ് വേണ്ടത് കേട്ടോ. കാണാപ്പാഠം എഴുതിക്കോ, ഒറ്റ വാക്കാതെ എഴുതി വെച്ചോ, കാണാപ്പാഠം. നെക്സ്റ്റ് വൺ, അക്ഷരത്തിനുള്ള ജ്ഞാനം എന്താണ്? അക്ഷരജ്ഞാനം. കാളിയുടെ ക്ഷേത്രം? കാളിക്ഷേത്രം. വാതിലിന്റെ പഴുത്? വാതിൽപ്പഴുത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അത് നിങ്ങള് നോട്ടിൽ ടെക്സ്റ്റില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? പഴയതാണോ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ. അപ്പൊ ഈ കാണാതെ ആൻമരിയ, അപ്പൊ ഈ കാണാതെ പഠിക്കുന്ന പ്രായം എന്നുള്ളത് എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? ഓക്കെ. നെക്സ്റ്റ്, അതപ്പം നിങ്ങൾ എഴുതിയോ? നോട്ട് ടെക്സ്റ്റിലേക്ക്, പുതിയ ടെക്സ്റ്റിൽ എഴുതണേ. ഓക്കെ. എതിർ ലിംഗങ്ങൾ പഠിക്കാം. ഇപ്പൊ തന്നെ എഴുതിക്കോ. ടെക്സ്റ്റ് കംപ്ലീറ്റ് അല്ലാത്തവർ എഴുതണം. ടെക്സ്റ്റ് തന്നെ എഴുതണം, അത് നോട്ടിലും എടുത്ത് എഴുതണം. ഓക്കെ. എതിർ ലിംഗങ്ങൾ പഠിക്കാം. രാജാവ്, രാജ്ഞി. ഓക്കെ. വിദുഷി, വിദ്വാൻ. പണ്ഡിതൻ, പണ്ഡിത. ബുദ്ധിമതി, ബുദ്ധിമാൻ. ഭർത്താവ്, ഭാര്യ. കവി, കവയിത്രി. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. നോട്ടിലേക്ക് എടുത്ത് എഴുതണം. ഇതിലുണ്ട് എന്ന് വിചാരിച്ച് എഴുതാതിരിക്കരുത്, നോട്ടിലേക്ക് എടുത്ത് എഴുതണം.
നെക്സ്റ്റ് വിശദീകരിക്കേണ്ട പദങ്ങളാണ് നവരത്നങ്ങൾ. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 രത്നങ്ങൾ അല്ലെ. ഏതൊക്കെയാണ് 9 രത്നങ്ങള്? മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേദകം, വജ്രം, ഗോമേദകം, വജ്രം, പവിഴം, പത്മരാഗം, മരതകം, നീലം. ഓക്കെ, ഈ രത്നങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചോണാണ്ട് കേട്ടാ. മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേദകം, വജ്രം, പവിഴം, പത്മരാഗം, നീലം, മരതകം. ഓക്കെ, അപ്പൊ 9 രത്നങ്ങളാണുള്ളത്. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന 9 രത്നങ്ങളാണെന്ന് അറിയാം നിങ്ങൾക്ക് അല്ലെ. നവെന്ന് പറഞ്ഞാൽ 9 ആണ്. നെക്സ്റ്റ് വിക്രമാദിത്യന്റെ സദസ്സിലെ സുപ്രസിദ്ധരായ 9 പണ്ഡിതന്മാരെ പറ്റിയും പറയുന്നുണ്ട്. ആരുടെ സദസ്സിലാണ് ഈ കാളിദാസൻ ഉണ്ടായെന്നാ പറഞ്ഞത്? വിക്രമാദിത്യന്റെ സദസ്സില്. ഓക്കെ, അപ്പൊ വിക്രമാദിത്യന്റെ സദസ്സിലെ സുപ്രസിദ്ധരായ 9 പണ്ഡിതന്മാരാണ് ആരൊക്കെ? അതിൽ തന്നിട്ടാ ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശങ്കു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി അല്ലെ. ഇത്രയും പേരാണ്. അപ്പൊ കാളിദാസനും ഇത് നമ്മളിപ്പോ പഠിച്ച കാളിദാസ മഹാകവിയും വിക്രമാദിത്യന്റെ സദസ്സിലെ രംഗമായിരുന്നു അല്ലെ. സുപ്രസിദ്ധരായ പണ്ഡിതന്മാരാണ്, പണ്ഡിതരിൽ ഒരാളാണ്. അപ്പൊ നെക്സ്റ്റ് വൺ എന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമെന്നാണ്. ഭാരതീയ കവികളിൽ മഹാകവി കാളിദാസന് എന്ത് സ്ഥാനമാണ് ഉള്ളത്? എന്ത് സ്ഥാനമാണ് ഉള്ളത്? 8ാം സ്ഥാനം. ഭാരതീയ കവികളിൽ മഹാകവി കാളിദാസന് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നാണ് ചോദ്യം. മിസ് ജോൺ പറഞ്ഞു 8ാം സ്ഥാനം. എന്ത് സ്ഥാനമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഭാരതീയ നമ്മുടെ ആദ്യ കവിയായി നാം വിശേഷിപ്പിക്കുന്ന വാൽമീകിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പറയുന്നുണ്ട് ഭാരതീയ കവികളുടെ കുലഗുരു ആരെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണ്? അതാണ് മഹാകവി കാളിദാസൻ. അപ്പോ നമ്മുടെ കാളിദാസൻ ഭാരതീയ കവികൾ മഹാകവി കാളിദാസന് പ്രമുഖ സ്ഥാനമാണുള്ളത് അല്ലെ, പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. അതുപോലെ തന്നെ വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതന്മാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം അല്ലെ. അതുപോലെ എന്തൊക്കെ പറയുന്നുണ്ട്? അവർണ്ണനീയമായ കാവ്യസിദ്ധിയും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതില് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തത്, ഏത് ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലാണ് കാളിദാസൻ ഉൾപ്പെട്ടിരുന്നത്? ആരുടെയാ? വിക്രമാദിത്യന്റെ സദസ്സിലെ ഓക്കെ, വിക്രമാദിത്യ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ ആണ് കാളിദാസൻ ഉൾപ്പെട്ടിരുന്നത്. മൂന്നാമത്തത്, കാളിദാസന്റെ 3 കൃതികളുടെ പേരെഴുതുക. ഏതൊക്കെയാ ഇതിൽ പറയുന്നുണ്ട്? മേഘസന്ദേശം, രഘുവംശം, കുമാരസംഭവം, മേഘസന്ദേശം. ഓക്കെ, 3 കൃതികളുടെ പേര്. ഋതുസംഹാരം. ഓക്കെ, അതിലെല്ലാം പറയുന്നുണ്ട്. 2 നാടകങ്ങളുടെ പേരും പറയുന്നുണ്ട്. നെക്സ്റ്റ്, കാളിദാസൻ കവിത്വം നേടിയതിന്റെ പിന്നിലുള്ള ഐതിഹ്യം ചുരുക്കി എഴുതുക അല്ലെ. അപ്പൊ ഈ ദേവി ആദ്യം സുന്ദരിയായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു എഴുതണം. അപ്പൊ അദ്ദേഹം ബുദ്ധിശൂന്യനായിരുന്നു. അദ്ദേഹത്തിനെ അടുത്തുള്ള അമ്പലത്തിൽ കയറി കിടക്കേണ്ടി വന്നു. അപ്പോ ദേവി പ്രത്യക്ഷപ്പെട്ടത്. ദേവി നാവില് വിദ്യ അഭ്യസിച്ചു കൊടുത്തത് അല്ലെ. ഇതൊക്കെ ചുരുക്കി എഴുതണം. ഓക്കെ, അപ്പൊ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറയുന്നത്? കാളിദാസന്റെ നാടകങ്ങളുടെ കഥകൾ വായിച്ചറിയുക, കാളിദാസനുമായി ബന്ധപ്പെട്ട രസകരമായ ഐതിഹ്യ കഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോ ഈ പാഠവും ഫിനിഷായി. ഇപ്പൊ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തോ മക്കളെ? ഏതൊക്കെ? അർത്ഥവും ബാക്കിയെല്ലാം നോട്ടിലില്ലേ അല്ല ടെക്സ്റ്റിലുള്ളതാണ്. അർത്ഥം അതിലെഴുതിയോ ടെക്സ്റ്റില്? ഇതുവരെയുള്ള നോട്ട് കംപ്ലീറ്റ് അല്ലേ നിങ്ങളത്? ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് അല്ല. ഏത്? ഗണപതിയുടെ സദ്യന മിനിഞ്ഞാന്ന് ഇട്ട് തന്നത് കംപ്ലീറ്റ് അല്ല. അല്ല അല്ലെ, അല്ലെങ്കിൽ ഇതിപ്പോ നോട്ടിൽ എഴുതായിരുന്നു നിങ്ങൾക്ക്.
അപ്പൊ നോട്ടിൽ എഴുതിക്കോ നിങ്ങളിപ്പോ അത് ഏത് അർത്ഥവും പിന്നെ വരുന്നത് വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. അത്രയും കാര്യങ്ങൾ. അതുപോലെ ഒറ്റപ്പദമാക്കുക, എതിർലിംഗ പദങ്ങളും എഴുതുക. അത് എഴുതിക്കോ, ഇപ്പോ നോട്ടിലേക്ക് എഴുതിക്കോ. നോട്ട്ബുക്കിലേക്കല്ല മിസ്സേ? അതിപ്പോ തന്നെ എഴുതിക്കോ. നിങ്ങൾ എഴുതില്ല അല്ലെങ്കിൽ പിന്നീട് എഴുതാൻ പറഞ്ഞ. അപ്പൊ ആദ്യത്തത് അർത്ഥം എഴുതുക എഴുതുക, ഹെഡിങ്. എന്നിട്ട് മിസ് ഈ അർത്ഥം എഴുതുക ടെസ്റ്റ് എഴുതിയിട്ടില്ലേ? എഴുതിയോ നിങ്ങള്? അതല്ല മിസ്, മാതൃക നോക്കി. മാതൃക നോക്കി അർത്ഥം പറയുക എന്ന് എഴുതിയാലും മതി. സന്തോഷം അതെന്നറിയാം, അവിടെ സന്തോഷത്തോടു കൂടി തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അർത്ഥം പറയുക എന്ന് എഴുതിയാൽ സന്തോഷം, സന്തോഷം അങ്ങനെ എഴുതിയാലും മതി. അർത്ഥം മേലെ ഹെഡിങ് എഴുതിയിട്ട് സന്തോഷം, സന്തോഷത്തോടു കൂടി, സസ്നേഹം, സ്നേഹത്തോടു കൂടി, സദയം, ദയോടു കൂടി, അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ആദ്യം പാഠത്തിന്റെ നെയിം എഴുതി ഒന്ന് കഴിഞ്ഞ് അർത്ഥം എന്ന് എഴുതിയിട്ട് താഴെ എഴുതിക്കോ. ഇപ്പൊ പാഠം 14 കാളിദാസ പ്രതിഭ. അർത്ഥം എഴുതുക എഴുതിയാലും മതി. ഫസ്റ്റ് വൺ സന്തോഷം. അപ്പൊ ഫെയ്ത്ത് ഇപ്പൊ നോട്ട് എഴുതുമ്പം മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം കേട്ടോ. ഗണപതിയുടെ സദ്യൂണെന്ന് ഹെഡിങ് എഴുതി പേജ് നീ പേജ് വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത് നീ എഴുതുമ്പം ഞാൻ അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ, അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? അല്ലെങ്കിൽ ഇപ്പം ഗണപതിയുടെ സദ്യൂണ് എഴുതിയാൽ മതിയായിരുന്നു. 3 പേജ് ഇങ്ങനെ വിട്ടിട്ട് അത് കറക്റ്റ് ആവുമോ നേരം? എന്നിട്ട് എഴുതുക അർത്ഥം. അർത്ഥത്തിലെ ഫസ്റ്റ് വൺ സന്തോഷം, സന്തോഷത്തോടു കൂടി. നെക്സ്റ്റ് സസ്നേഹം, സ്നേഹത്തോടു കൂടി. സ്നേഹത്തോടു കൂടി. അടുത്തത് സദയം, ദയോടുകൂടി. സദയം, ദയോട് കൂടി. സസ്നേഹം, സ്നേഹത്തോടു കൂടി. എഴുതാൻ അറിയില്ലേ മക്കളെ നിങ്ങൾക്ക്? എഴുത്തരേണ്ടി വരുമോ? എഴുത്തരണോ? മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതില്ലേ? ഓക്കെ. സ്നേഹത്തോടു കൂടി. സദയം, ദയയോടുകൂടി. അടുത്തത് സാമോദം, മോദത്തോടു കൂടി. മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. ആമോദം, മോദം എന്നൊക്കെ പറഞ്ഞ. അപ്പം മിസ് സന്തോഷം എന്നാണോ മിസ് എഴുതണ്ടേ? അല്ലല്ല, മോദത്തോടു കൂടി എഴുതണം. മോദത്തോടു കൂടി. അത് കഴിഞ്ഞ പുനർജീവിപ്പിക്കുക, വീണ്ടും ജീവിപ്പിക്കുക. അടുത്തത് പുനർനിർമ്മിക്കുക, വീണ്ടും നിർമ്മിക്കുക. പുനരർപ്പിക്കുക, വീണ്ടും അർപ്പിക്കുക. തെറ്റിക്കാതെ എഴുതണേ. ഓക്കെ. നെക്സ്റ്റ് എന്നാല് പര്യായ പദങ്ങൾ ഹെഡിങ് എഴുത്. പര്യായം എഴുതട്ടെ മിസ്? പര്യായ പദങ്ങൾ ഹെഡിങ് എഴുത്, എന്നിട്ട് അണ്ടർലൈൻ ചെയ്. അത് കഴിഞ്ഞിട്ട് ഭാര്യ. പര്യായ പദങ്ങൾ പഠിക്കാം എന്നൊന്നും എഴുതണമെന്നില്ല, പര്യായ പദങ്ങൾ എഴുതിയാൽ മതി.
എന്നിട്ട് ഭാര്യ, പത്നി, സഹധർമ്മിണി, ജായ. നോക്കി എഴുതണം, തെറ്റിക്കാതെ എഴുതണം. അടുത്തത് വിശ്വം. ഭൂമി, ഭുവനം, ലോകം. വിശ്വം, ജഗത്ത്, ലോകം. നമ്മൾ കുറെ വീട് പഠിച്ചു. അത് എഴുതി കഴിഞ്ഞാൽ വിപരീത പദം എഴുതുക. വിപരീത പദം എഴുതുക. എനിക്ക് അണ്ടർലൈൻ ചെയ്യുക. മിസ് ആ ചോദിച്ചോ. അർത്ഥത്തില് അവസാനത്തേതിന്റെ ആൻസർ പുനരർപ്പിക്കുക എന്നുള്ളത് വീണ്ടും അർപ്പിക്കുക. അർപ്പിക്കുക, വീണ്ടും അർപ്പിക്കുക. അത് കഴിഞ്ഞ് പര്യായ പദങ്ങൾ എഴുതുക കേട്ടോ ഷോണേ. മിസ് പര്യായപദം കഴിഞ്ഞു. പര്യായ പദം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിപരീത പദം എഴുത്. എന്നിട്ട് ഹെഡിങ് അണ്ടർലൈൻ ചെയ്യും. വിപരീത പദം എഴുതിയിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യും. വിപരീത പദം, അല്ലെങ്കിൽ വിപരീതം പഠിക്കാന്നുള്ളത് നീ വിപരീത പദം എഴുതിക്കോ. എന്നിട്ട് പണ്ഡിതൻ, പാമരൻ, ഭൂരിപക്ഷം, ന്യൂനപക്ഷം, പ്രസിദ്ധൻ, അപ്രസിദ്ധൻ, സ്വീകരിക്കുക, തിരസ്കരിക്കുക, അബദ്ധം, സുബദ്ധം, ആദി, അന്തം, ശാപം, അനുഗ്രഹം. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, അടുത്ത ക്ലാസ് നമുക്കൊരു എക്സാം ആണേ. ഏതൊക്കെ പാടാണ് നേരം നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പാഠം. അതായത് നമ്മൾ ഇതുവരെ എക്സാം അടുത്ത ക്ലാസ് 3 ഇന്നുണ്ടോ? ഇന്നിനിയില്ലേ നമുക്ക്? ഇന്നുണ്ടോ ഇനി? നോക്കട്ടെ. ഇന്നിനി 7ാം ക്ലാസ് ഇല്ലല്ലോ നമുക്ക്. ഇല്ല, അത് സോഷ്യലാ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ, അതായത് അടുത്ത ദിവസം നമുക്ക് ഏത് ദിവസമാണ് ഉള്ളത് ചോദിച്ചാൽ അന്ന് നമുക്ക് ഒരു എക്സാം ഉണ്ടാവും. അതിൽ നമ്മൾ ഇതുവരെ അന്ന് നമ്മൾ ഇട്ടില്ലേ, അതിന് ശേഷമില്ല പാഠം. അതായത് ഒളിമ്പിക്സ് വരെയല്ലേ നമ്മൾ ഇട്ടത് മക്കളെ? ഓക്കെ. അപ്പൊ ജനനി ജന്മഭൂമി, ജനനി ജന്മഭൂമി ഒറ്റൊരു പാഠം മതി. ജനനി ജന്മഭൂമി. ഓക്കെ, ഒറ്റൊരു പാഠം ജനനി ജന്മഭൂമി. നല്ല പോലെ പഠിച്ചിട്ട് എഴുതണം, ഒറ്റൊരു പാഠം. ഓക്കെ, എഴുതിക്കോ. ഇപ്പം വിപരീതം അത് പഠിച്ചിട്ട് വരുന്നേ അടുത്ത ക്ലാസ്സിലേക്ക്. ജനനി ജന്മഭൂമി എന്ന ഒറ്റപ്പാഠം മാത്രം. അപ്പൊ വിപരീതം എത്തിയോ എല്ലാവർക്കും? ഓക്കെ, എഴുതിക്കോ വിപരീതം. പണ്ഡിതൻ, പാമരൻ, ഭൂരിപക്ഷം, ന്യൂനപക്ഷം, പ്രസിദ്ധൻ, അപ്രസിദ്ധൻ, സ്വീകരിക്കുക, തിരസ്കരിക്കുക, അബദ്ധം, സുബദ്ധം. ആദി, അന്തം, ശാപം, അനുഗ്രഹം. അത് കഴിഞ്ഞിട്ട് എഴുതുക. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്നെടുത്ത് പൂരിപ്പിക്കുക. അങ്ങനെ തന്നെ ഹെഡിങ് എഴുതിക്കോ. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്നെടുത്ത് പൂരിപ്പിക്കുക. മറ്റേ എഴുതിക്കോ, അതേപോലെ എഴുതിക്കോ. അതുപോലെ ഡേഷ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മേലെ നിങ്ങൾ എഴുതിയാൽ മതി ഏത് സ്ഥായാണെന്നുള്ളത്. ഓക്കെ, ആ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം, അപ്പൊ മനസ്സിലായിക്കോളും. ബ്രാക്കറ്റ് ഇല്ലെങ്കിലും വേണ്ടില്ല, ബ്രാക്കറ്റ് ഒന്നും വേണ്ട, അതിനെ അണ്ടർലൈൻ ചെയ്താൽ മതി സ്ഥാന്നുള്ളതിന്. നാലെണ്ണം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏത് ഒറ്റപ്പദമാക്കുക എന്നുള്ളത് എഴുതുക നോട്ടിലേക്ക്. എഴുതിയില്ലേ ഷോണേ? എവിടെ എത്തിയില്ലേ? എല്ലാം എഴുതിയാ മതി, ഇതവിടെ ഉണ്ടല്ലോ. മിസ് അത് കഴിഞ്ഞു. വിട്ടുപോയ അക്ഷരം എഴുതി കഴിഞ്ഞു എല്ലാം.
4 എഴുതിയോ? പ്രശസ്തൻ, വിട്ടുപോയ വാൽമീകി അക്ഷരം full എഴുതി. എഴുതി. ഷോൺ പറയുന്നത് ഈ ഫെയ്ത്ത് ഇത്ര വേഗം എഴുതുന്നത്, ഞാൻ അത്ര എത്തിയില്ലല്ലോ. ഇവൻ എഴുതി പോവാന്നുള്ളതില് കല്യാണത്തിനുള്ള പ്രായം കല്യാണപ്രായം, കാണാതെ പഠിക്കുന്ന പാഠം കാണാപ്പാഠം, അക്ഷരത്തിനുള്ള ജ്ഞാനം അക്ഷരജ്ഞാനം, കാളിയുടെ ക്ഷേത്രം കാളീക്ഷേത്രം, വാതിലിന്റെ പഴുത് വാതിൽ പഴുത്. ഓക്കെ, അതും കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? എതിർലിംഗങ്ങൾ എന്നുള്ളതും നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഏത്? രാജാവ്, രാജ്ഞി, വിദുഷി, വിദ്വാൻ, പണ്ഡിതൻ, പണ്ഡിത. മിസ് ആ വാക്യത്തിൽ പ്രയോഗിക്ക് എഴുതണോ? ആക്കിയത് പ്രേക്ക് ഞാൻ എഴുതിത്തരാം. ഓക്കെ, അതും അപ്പൊ അതിന് അവസാനം എഴുതിയാ മതിയോ? അപ്പൊ അത് അവസാനം എഴുതിയാ മതിയോ വാക്യത്തിൽ പ്രയോഗിക്കുക? അത് കഴിഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. വാക്യത്ത് പ്രേക്കും ക്വസ്റ്റ്യൻ ആൻസറും അടുത്തിട്ട് എഴുതിയാൽ മതി. ഇതും കൂടെ നോട്ടിലേക്ക് നിങ്ങൾ പകർത്തിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. ബൈ, സി യു. ഓക്കെ, ബൈ. ഓക്കെ.